ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇറാന്റെ സമുദ്ര വ്യാപാരത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US നാവിക ഉപരോധവും ഇറാന്റെ നിയന്ത്രണ നടപടികളും കാരണം കപ്പൽ ഗതാഗതം സാധാരണ നിലയിൽ നിന്ന് കുത്തനെ കുറഞ്ഞതായി റോയിട്ടേഴ്സ്, WSJ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപ് ദിവസേന 125 മുതൽ 140 കപ്പലുകൾ വരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ ഇപ്പോൾ വളരെ കുറച്ച് കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഇറാനിലേക്കുള്ള ഇറക്കുമതിയും ഇടിഞ്ഞതോടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയ്ക്കും സമ്മർദ്ദം ഉയരുന്നുവെന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടതും ഇൻഷുറൻസ് ചെലവ് കുത്തനെ ഉയർന്നതും കാരണം പല അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും ഹോർമൂസ് കടലിടുക്ക് പാത ഒഴിവാക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം സേഫ് പാസേജ് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ നീക്കങ്ങൾക്ക് എതിരെ US ട്രഷറി മുന്നറിയിപ്പ് നൽകിയതായും ഇറാനിയൻ പോർട്ടുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉപരോധ പരിധിയിൽ വരാമെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറക്കുമതി 40% കുറഞ്ഞു, 90% വരുമാന ഇടിവ് തുടങ്ങിയ കണക്കുകൾക്ക് ഇതുവരെ ഔദ്യോഗികമായി ഏകീകൃത സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഇവ വിവിധ മാധ്യമ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ള അനുമാന കണക്കുകളെ നമുക്ക് കണക്കാക്കുന്നതാണ്.